ശരിക്കും നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന എന്തോലെ പ്രലോഭനങ്ങളാണ്, തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത, വീണ്ടും വീണ്ടും ചെയ്ത തെറ്റിലേക്ക് പിന്നെ പിന്നെ വീണ് പോകാനുള്ള സാധ്യത. ഇതിങ്ങനെ നമ്മളെ അസ്വസ്ഥപ്പെടുന്നത്. ദൈവമേ ഞാൻ നന്നാവുന്നില്ലോ, എത്ര കുമ്പസാരം, എത്ര ധ്യാനങ്ങൾ, എത്ര വചനവായന, എനിക്ക് കയറി പോരാൻ പറ്റുന്നില്ലോ, പിശാച് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കരുത്. അവനെ തിരിച്ച് പേടിപ്പിച്ചോണം. എങ്ങനെ പേടിപ്പിക്കണം ഫൗസ്തീനാമയിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഫൗസ്തീനാമ പറയാണ്, ദിവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ഈശോയുടെ 5 തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിക്കുക. അങ്ങനെ തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഉള്ളിലേക്ക്, ആത്മാവിലേക്ക് വല്ലാത്തൊരു ശക്തി നിറയുന്നു, ഒരു സ്വർഗീയ ആനന്ദം നിറയുന്നു, കൃപയുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവുന്നു എന്ന് പറയാം. ഈശോയുടെ 5 തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കുക. ഈശോയെ, എനിക്ക് വേണ്ടി ഈ കൈകളിൽ മുറിവേറ്റതിന് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞ് നിന്നെ സ്തുതിക്കുന്നു. കാലുകളിൽ മുറിവേറ്റതിന്, എനിക്ക് പകരം മുറിവേറ്റതിന് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. എന്നോടുള്ള വലിയ സ്നേഹത്തിൽ അങ്ങനെ തിരുവിലാവിലെ തിരുമുറിവിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക. ഈശോയുടെ സ്നേഹത്തിന്റെ ആ സ്നേഹം ഒഴുകി വന്ന 5 മുറിവുകളിലെ ആ സ്നേഹത്തെ, ആ നന്മയെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പിശാച് നമ്മളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാ അസ്വസ്ഥതയും മാറും, എല്ലാ